ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 7 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 8-ാമത്തെ ശ്ലോകം നോക്കാം. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതിർവശാത്. പ്രകൃതി വശാത്, പ്രകൃതിയുടെ ശക്തിയാൽ, അവശം സ്വയമേവ അഥവാ തനിയെ തന്നെ, ഇമാം കൃഷ്ണം ഭൂതഗ്രാമം ഈ സർവഭൂതജാലങ്ങളും, സ്വാം പ്രകൃതിം സ്വപ്രകൃതിയിൽ, അവഷ്ടഭ്യ വിലയം പ്രാപിച്ചിട്ട്, പുനഃപുനഃ വീണ്ടും വീണ്ടും, വിസൃജാമി സൃഷ്ടിക്കപ്പെടുന്നു. പ്രകൃതിയുടെ ശക്തിയാൽ, സ്വയമേവ അഥവാ തനിയെ തന്നെ ഈ സർവഭൂതജാലങ്ങളും സ്വപ്രകൃതിയിൽ വിലയം പ്രാപിച്ചിട്ട് വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. ഭഗവദിച്ഛയാൽ മൂലപ്രകൃതിയിൽ നിന്നും സകല ഭൂതജാലങ്ങളും പ്രത്യക്ഷപ്പെടുകയും സ്വയമേവ അവ പ്രകൃതിയിൽ തന്നെ വിലയം പ്രാപിക്കുകയും വീണ്ടും ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ അനുസ്യൂതം തുടരുന്നു. ഈശ്വരൻ്റെ 3 ഭാവങ്ങൾ നമ്മൾ മുൻപ് കണ്ടതാണ്. അവ്യക്തമായ മൂലപ്രകൃതി, വ്യക്തമായ അഥവാ ദൃഷ്ടമായ ഭൗതിക പ്രകൃതി. അപ്പോൾ പ്രകൃതിക്ക് തന്നെ 2 ഭാവങ്ങളുണ്ട്. ഒന്ന് അവ്യക്തമായ മൂലപ്രകൃതി, അത് ദൃഷ്ടിഗോചരമല്ല. എന്നാൽ വ്യക്തമായ ദൃഷ്ടമായ ഭൗതിക പ്രകൃതി, അതാണ് ഈ പ്രപഞ്ചം. ഇത് രണ്ടും പ്രകൃതിയുടെ ഭാവങ്ങളാണ്. ഇവയ്ക്ക് രണ്ടും ഉപരിയായി അവ്യക്തമായ പരമാത്മഭാവം എന്നുള്ള ഒരു ഭാവമുണ്ട്. അതായത് പരംപുരുഷഭാവം. ഇതിനെല്ലാം ഊർജം പകരുന്ന ആ ചൈതന്യം ഈശ്വരൻ. പുരുഷനും പ്രകൃതിയും. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ പരമാത്മമായ ഭാവം, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ അദൃശ്യമായ മൂലപ്രകൃതിയും ദൃശ്യമായ ഭൗതിക പ്രകൃതിയും ചേർന്നത്. പ്രകൃതിയിൽ തന്നെ അദൃശ്യമായ മൂലപ്രകൃതിയും ദൃശ്യമായ ഭൗതിക പ്രകൃതിയും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ച് മൂലപ്രകൃതിയിൽ നിന്നും ഭൗതിക പ്രകൃതിയെ, അതായത് ഭൂതജാലങ്ങളെ സൃഷ്ടിക്കുകയും വീണ്ടും മൂലപ്രകൃതിയിൽ ലയിപ്പിക്കുകയും വീണ്ടും വീണ്ടും ഈ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു. ഇതിന് ഊർജം പകരുന്നത് ഈ പരമാത്മഭാവമാകുന്നു. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിലെ വിവക്ഷ. ഈ സൃഷ്ടിയും വിനാശവും വീണ്ടും പുനർസൃഷ്ടിയും ഇതിങ്ങനെ അനുസ്യൂതം പ്രകൃതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.